വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. നമുക്ക് ഒട്ടും സമയമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡിഷ് ഉണ്ടാക്കണമെങ്കിലൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ബ്രെഡ് ഓംലെറ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ആദ്യം ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്യാം. ലൈറ്റായിട്ട് ബട്ടർ ഒരു സൈഡിൽ മാത്രമേ തേക്കുന്നുള്ളൂ. തേച്ച് മാറ്റി വെക്കാം. പാൻ ചൂടായി ഓരോ സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് മുട്ട റെഡിയാക്കാനായിട്ടുണ്ട്. ഈ ബ്രെഡ് സ്ലൈസസ് മാറ്റി വെക്കാം. ഈ ഒരു ബോളിലേക്ക് ഞാൻ എടുക്കുന്നത് 4 മുട്ടയാണ്. ഇതിന് ഫ്ലേവറിങ്ങിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ചില സമയത്ത് വഴറ്റിയിട്ട് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റിയിടാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇടാം. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഒരു ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ, അതിൻ്റെ നടുക്കത്തെ ഭാഗം ഉപയോഗിക്കാതെ അതിൻ്റെ സൈസിൽ ഫ്ലഷ് മാത്രം എടുത്തേക്കുന്നത്, സീഡ്സ് എടുത്തിട്ടില്ല. അത് ആഡ് ചെയ്യാം. മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, കൂടാതെ മല്ലിയില 1-2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും ഓംലെറ്റിന് ചെറിയ നല്ലൊരു മയം കിട്ടാനായിട്ട് ഇച്ചിരി പാൽ ആഡ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ. മുട്ടയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ. ഈ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടുക. ബട്ടർ വെച്ച് നന്നായിട്ട് ഇടും, കാരണം അല്ലെങ്കിൽ അത് ടേൺ ചെയ്യുമ്പം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇച്ചിരി കൂടുതലായിട്ട് 1 ടീസ്പൂൺ ഇട്ടേക്ക് നിറച്ച്. ഇതിലേക്ക് മുട്ട,
ഇനി ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്യാം. ഞാൻ 2 എണ്ണം വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ടോസ്റ്റ് ചെയ്ത സൈഡ് പുറത്താവുന്ന രീതിയിലാണ് വെക്കുക. മുട്ട സെമി സെറ്റ് ആവണം. ജസ്റ്റ് ആ നനവൊന്ന് മാറി സെറ്റാകുന്നൊരു പരുവത്തിൽ ടേൺ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ചിടുക. ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല എഗ്ഗ് കുക്ക് ചെയ്യുമ്പോൾ. ടേൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ മടക്കുക. ഇതേപോലെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ബാക്കിയുള്ള മുട്ട വെച്ചിട്ട്. എപ്പോഴും ഇടുമ്പോൾ ബട്ടർ ഇടുക നന്നായിട്ട്. ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാം. ലെഗ് ബ്രെഡ് ടേൺ ചെയ്യാം. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഈ എഗ് ഓംലെറ്റ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മല്ലിയില ചട്നിയോ ഒക്കെ ഇതിലൂടെ നന്നായിട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് എഗ്ഗിൻ്റെ ഫില്ലിങ്ങും ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈ എഗ് ഓംലെറ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.